വലുതല്ലേ ഇത്? നോട്ടെന്തോ അത് വലിയ കത്ത്. ഞങ്ങളെ വാടാനപ്പള്ളി ബീച്ചിലേക്ക് വന്നു. വാടാനപ്പള്ളി ബീച്ചിലാ ഞങ്ങള് 4 മണി ആയിട്ടല്ലോ. ആൾക്കാരൊന്നും ഇല്ല അധികം, പക്ഷെ അത്യാവശ്യം നല്ല തിരയാ. അത് ഞാൻ ഇവരോട് അധികം ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരിക്കുക. കാരണം മറ്റുള്ള ബീച്ചിലൊക്കെ ഇറങ്ങണ പോലെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാലേ നല്ല തിര അടിക്കുന്നു. കണ്ടില്ലേ, ഭയങ്കര തിരയാ. നല്ല തിരയല്ലേ? കുട്ടനാട് ഇറങ്ങി പോകുന്നുണ്ടോ? കടലിലേക്ക് അല്ലേക്ക് പോകുന്നുണ്ടോ? വേണ്ട, ഇവിടെ നിന്നുള്ള കളി മതി. അധികം അങ്ങോട്ട് ഇറങ്ങണ്ട. നല്ല തിരയടിക്കണത്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങിയാൽ ശരിയാവില്ല. ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഈ തിരയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ലൈഫ് ഗാർഡ് ഒന്നുമില്ല. വൈകുന്നേരം ഒരു 5 മണിക്ക് കഴിഞ്ഞാൽ ആൾക്കാരാവുള്ളൂ. ഞങ്ങള് 4 മണിയോടെ എത്തി. ആൾക്കാർ വരണല്ലോ, കുറേ ശേഷം വന്നു തുടങ്ങി ആൾക്കാർ. അതില്ല കാര്യമില്ല. ഈ തിര അടിച്ചിട്ട് തിര പുറകിൽ ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ മണൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആൾക്കാർ ഇറങ്ങി പോവും. ഇറങ്ങി പോയിട്ടാണ് പലപ്പോഴും കടലിൽ പെടുന്നത്. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ്, പക്ഷെ ശ്രദ്ധിക്കില്ല. അത് ഭയങ്കര അപകടമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടലിൽ ഇറങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. കൂട്ടാ കുറച്ച് കയറിക്ക്. കരടെ ശക്തി കൂടി തുടങ്ങി. ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടും. ഇന്നത്തെ ഏതായാലും ശനിയാഴ്ചത്തെ കറക്കം അടിപൊളി. രാവിലെ ബോട്ടിങ്ങും കാര്യങ്ങളായിരുന്നു. ബീച്ചിൽ വന്നു. ഇതിനിടയിൽ വൈമാളിലൊന്ന് കയറി. തൃപ്രയാറ് ഒരു 1 ഡേ തൃശ്ശൂരിലുള്ള ആളുകൾക്കൊക്കെ വന്ന് പോകാൻ പറ്റുന്നൊരു സംവിധാനമാണത്. നല്ല തിര വരുന്നുണ്ട്, നല്ല അടിപൊളി തിര വരുന്നുണ്ട്.
അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് തൃശ്ശൂരിൽ നിന്ന് 1 ഡേ ട്രിപ്പ് പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു പരിപാടി ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞത്. അതായത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോരുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോന്നു കഴിഞ്ഞാൽ ഇനി അവിടെ കാനോലി കനാൽ, അതായത് കാനോലി കനാലിലുള്ള ക്രൂയിസ് ബോട്ടിൻ്റെ ഒരു റൈഡ്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ കള്ള് ഷാപ്പുണ്ട്. ഷാപ്പിൽ കയറി നല്ല മീൻകറിയും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇനി അതുപോലെ തന്നെ കള്ള് കുടിക്കേണ്ടവർക്ക് കള്ള് കുടിക്കാം. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു അടിച്ചുപൊളി ബീച്ചിൽ. അപ്പോൾ 1 ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം. എനിക്ക് കുട്ടാ നീന്തലറിയുന്നുണ്ടെന്ന് കാര്യമില്ല കേട്ടോ. ഇതിൽ നീന്തലെന്ന് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് വേറെ കടലിൽ അത് തിര കൂടി വരുന്നുണ്ട്, സൂക്ഷിക്കണം. കക്ക കിട്ടി, കക്കല്ലേ ഇത് കളറ് നോട്ട്. നോട്ടുണ്ട്. അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു സ്നാക്സും ചായയും കുടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ളൊരു വേവ്സ് എന്ന് പറഞ്ഞ കഫ്റ്റീരിയയിലേക്ക് കയറി. പിന്നെ അവിടെ കുട്ടനും അല്ലെങ്കിൽ കൂടി സാധനങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്ത് ചായ കുടിച്ച് ഉഷാറായി. സൈഡില് ഒഴിച്ചു തരാൻ പറയുന്നു. അച്ചോ ആ ബീച്ചിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കേക്ക് സാധനങ്ങളൊക്കെ അല്ല അതല്ലേ പറഞ്ഞതിൻ്റെ പേര്. അടിപൊളി. അവിടെ അവരിപ്പോൾ കൊണ്ടുവന്ന് ഹോം മെയ്ഡാ അവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നാണ്. ഓറിയോ ക്രഞ്ചി വേറെയും കൂടെ ഫ്ലവറുകളൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലായിരുന്നില്ല, കുറേ ഫ്ലവറുകളുണ്ട്. ഇതേതായാലും അടിപൊളിയാണ്. ഇന്നത്തെ യാത്ര അടിപൊളിയായില്ലേ? കടലിലൊക്കെ നല്ല പൊരിച്ചില്ലേ കടലില്? അല്ലിയോടി വെച്ചോടാ ഇല്ലേ? ഇന്നത്തെ കടലില് ഇന്നത്തെ യാത്ര ഒന്നായില്ലേ? എന്താണ് യാത്രയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല യാത്രയായിരുന്നു. നാളെ പക്ഷെ ഞാൻ പോവും വീണ്ടും. നാളെ സ്ഥലം വിട്ടോ. അത് നീയിപ്പോ നിനക്ക് പഠിക്കാൻ പോകേണ്ട കാര്യത്തിന് നീ പോണ്ടേ? വാടാനപ്പള്ളി ബീച്ചിൽ നിന്ന് സലാം. വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.